ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാ കൂട്ടുകാരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്നലത്തെയും ഇന്നത്തേക്ക് കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്തച്ഛന് കുറച്ച് സ്ഥലം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അവിടെ കുറ്റിയിറക്കലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ആ സ്ഥലം. അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പാടം, പണ്ടൊക്കെ ഇങ്ങനെ പാടമൊക്കെ കാണലുണ്ട്. ഇപ്പം അങ്ങനെ പാടം തന്നെ ഇവിടെ എവിടെയും കാണാൻ കിട്ടണില്ലല്ലോ. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷം അതൊക്കെ കണ്ടപ്പോൾ. അന്ന് രാവിലെ തന്നെ പൂവടയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഗോതമ്പ് പൊടി കൊണ്ടുള്ള പൂവടയായിരുന്നു. ഇന്നലെ ആയിരുന്നു എന്താ കുറ്റിയിറക്കലൊക്കെ. അപ്പോൾ രാവിലെ തന്നെ പൂവട ഉണ്ടാക്കുകയാണ് കേട്ടോ. അടുപ്പത്ത് തന്നെയാണ്, തീയൊക്കെ മൂട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പൂവടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് രാവിലെ ഒരു 8 മണിക്കായിരുന്നു കുറ്റിയിറക്കൽ. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച ഉടനെ തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാത്തൂനും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും പാടെ കൂടിയിട്ടാണ് കുറ്റിയിറക്കുന്ന സ്ഥലം എടുത്തോടത്തേക്ക് പോയിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ്, അടുത്ത് തന്നെയാണ്, എന്നാലും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് ആ സ്ഥലം കാണുന്നത്. അപ്പോൾ പാടൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് എത്ര നിന്നാലും മതിയാവില്ല. അങ്ങനെ ഒരു പ്രകൃതി കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നടക്കുന്ന സ്ഥലത്തൊക്കെ ചെളിയും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല പുതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെരുപ്പൊക്കെ ഉരിയാണ്ട് അവിടെ വെച്ചിട്ട് ഇങ്ങനെ ചെരുപ്പില്ലാതെ നടന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര നേരം നിന്നാലും മതിയാവില്ല. അത്രയും കാണാൻ ഭംഗിയുള്ള നല്ലൊരു സ്ഥലം തന്നെയായിരുന്നു. അങ്ങനെ കുറ്റിയിറക്കലിനൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോസൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ ലഡു ജിലേബിയൊക്കെ എല്ലാവർക്കും കൊടുത്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ കുളം. നല്ല നീളത്തിലുള്ളൊരു കുളം തന്നെയാണത്. പിന്നെ നാത്തൂനൊക്കെ വന്നതല്ലേ. അപ്പോൾ മന്തിയും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുണ്ടോ ഉച്ചക്ക്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം തന്നെ പൈച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് തന്നെ വീട്ടിലെത്തിയ നേരത്ത്. കാരണം ഒരു 8 മണി 9 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വെറുംചോറ് കുറച്ച് കുക്കറിലുണ്ടാക്കി, ചമ്മന്തി അരച്ച് 10 മണിക്ക് അത് കഴിച്ചു. പിന്നെ അത് കുറച്ചാണ് വൈകുമല്ലോ. അപ്പോൾ അത് എഴുതിയിട്ട് തന്നെ വേഗം കുക്കറിൽ നായിട്ടിട്ട് ചോറ് വെച്ചു. പിന്നെ ചമ്മന്തി അരച്ച്, പിന്നെ തലേന്നത്തെ മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി എല്ലാവരും ചോറുന്നു. ഇതൊരു ഉച്ചക്കൊക്കെ ആയിട്ടോ നമ്മളെ മന്തി. അത് എടുക്കണ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. മിനിക്കുട്ടനെ ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല തിരക്ക് പിടിച്ച ദിവസം തന്നെയായിരുന്നു. അങ്ങനെ മന്തിക്കുള്ള മയോണൈസും ചിക്കനൊക്കെ ഒന്ന് പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലത്തെ പൂവട കുറച്ചുകൂടി ബാക്കിയുണ്ട് കേട്ടോ. അത് ഉച്ചരിഞ്ഞിട്ട് പൊരിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും ഇല്ലതല്ലേ. അപ്പോൾ അത് കഴിച്ചോളുമല്ലോ. അപ്പോൾ ചമ്മന്തിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുറേയൊക്കെ. പിന്നെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കന് കുറച്ചും കൂടി പൊരിച്ചെടുക്കാനുണ്ട്. അത് അടുപ്പത്തുണ്ട്. അങ്ങനെ നാത്തൂന് ഞായറാഴ്ച തന്നെ വൈകുന്നേരം പോകുന്നുണ്ടോ. പിറ്റേന്ന് സ്കൂളൊക്കെ അല്ലേ. അപ്പോൾ അന്ന് തന്നെ പോയി ഞായറാഴ്ച തന്നെ ഒരു അസർക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പിറ്റേന്ന് ഇന്നത്തെ രാവിലത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ അസക്കുട്ടിയും പനിക്കുട്ടനൊക്കെ ഇപ്പോൾ സ്കൂൾ അവധി, മഴ കാരണമുള്ള സ്കൂൾ അവധിയൊക്കെ കഴിഞ്ഞ് മദ്രസയിലേക്ക് പോകാൻ നിൽക്കുക കേട്ടോ. എന്തൊക്കെയോ ഒരു മാറ്റം പോലെ. 2-3 ദിവസം, ഇപ്പോൾ 4 ദിവസമൊക്കെ അടച്ച അവധി കിട്ടിയാൽ തന്നെ നമുക്ക് ആകെ എന്തൊക്കെയോ ഒരു മാറ്റം വന്നതുപോലെയാണല്ലോ. ഇപ്പോൾ സാധാരണ പോലെ വെയിലൊക്കെ വന്ന് നല്ല തെളിച്ചുള്ളൊരു ദിവസം ഉണ്ടോ ഇന്ന്. അപ്പോൾ അസക്കുട്ടിയും പനിക്കുട്ടനൊക്കെ മദ്രസക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. മടിയൊന്നും ഇല്ലാതെ തന്നെ അസക്കുട്ടി എണീറ്റിട്ടുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ ഭയങ്കര മടിയാണ് എണീക്കാനും എല്ലാ കാര്യത്തിനൊക്കെ ഒന്ന് എണീറ്റിട്ടൊക്കെ ഉണ്ട്. ഈ 4 ദിവസം അവധിക്കാവുമ്പോൾ ഒരു മടി ഉണ്ടാകലുണ്ട്. അപ്പോൾ നല്ല തെളിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. മാനൊക്കെ നല്ല തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. 2-3 ദിവസമായിട്ട് മഴയൊന്നുമില്ല. അപ്പോൾ വയനാടൊക്കെ ഓരോ ഇത് കേട്ടിട്ട് നമുക്ക് ഭയങ്കര ഒരു ഇതാണല്ലോ, മനസ്സിനൊന്നൊരു മരവിച്ച അവസ്ഥയാണല്ലോ. അപ്പോൾ രാവിലെ എണീറ്റ് വന്നത് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ടുണ്ടോ. മഴ ആകുമ്പോൾ അതൊന്നും തുറന്നിടാൻ പറ്റില്ല. അതുപോലെ തന്നെ മഴ ആകുമ്പോഴത്തേന് സിങ്കൊക്കെ ചെറിയ ചോർച്ചകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആകെ ഇങ്ങനെ കഷ്ണം വെച്ചിട്ട്, തുണി കഷ്ണമൊക്കെ വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യലാണ്. ഇപ്പോൾ നല്ല വെയിലൊക്കെ വന്നിട്ട് അപ്പോൾ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് നോക്കിയിട്ട് അപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണല്ലോ. അപ്പോൾ ആദ്യം തന്നെ തീ മൂട്ടിന് ശേഷമാണ് കേട്ടോ ഞാൻ അരി അരയ്ക്കാൻ പോവാറ്. അല്ലെങ്കിൽ തന്നെ കുറേ സമയം പിടിക്കും ഇതൊന്ന് തീ കത്തിപ്പിടിക്കാൻ ഈ മഴക്കാലത്ത്. അപ്പോൾ തീയൊക്കെ വേഗമല്ല, കുറച്ചൊരു പുതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇങ്ങനെ ഓലക്കൊടി കാട്ടിയിട്ടാണ് ഒന്ന് കത്തിപ്പിടിച്ച് കിട്ടിയത്. കത്തിപ്പിടിച്ചാൽ പിന്നെ കൊള്ളിങ്ങനെ എപ്പോഴും വെച്ച് കൊടുക്കണുണ്ട്. ഈ ഒരു അടുപ്പിന് നല്ല വിറക് വേണം, എന്നാൽ നല്ല കരി പിടിക്കൂല. അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിൻ്റെ ലാഭം എന്ന് പറയുന്നത്. പിന്നെ അപ്പൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ മിനിക്കുട്ടനെ എൻ്റെ ഒപ്പം തന്നെ എണീറ്റിരുന്നു കേട്ടോ. അപ്പോൾ അവനിതാ എൻ്റെ വിറകിൻ്റെയൊക്കെ
വീതൻ്റെ ചോട്ടുക്കൊക്കെ പോയി കണ്ട് ഓരോ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. വിറക് വലിച്ചിടുക, അവിടെ ഭയങ്കര തിരക്ക് തന്നെയാണ്. ആ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, ആകെ വലിച്ചിട്ട് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ ഒരു എന്താ കാണിക്കുന്നു, ഓനല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിച്ചാൻ പോകും എഴുതിയിട്ട് ഇരിക്കണോടത്ത് ഇരിക്കട്ടെ എഴുതിയിട്ട് അതിനിടക്ക് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണുണ്ട് കേട്ടോ. അവനെന്തെങ്കിലും ചെയ്യണം എന്താ അങ്ങനെ ഇടക്ക് നോക്കിക്കും. കുട്ടികളെ നല്ലോണം നോക്കണല്ലേ ഈ ഒരു ടൈമിൽ. അപ്പോൾ ഈ ഒരു കലക്കിപ്പാർന്നപ്പാണെങ്കിൽ പിന്നെ ഒരു 2 മണിക്കൂർ ഇതിന് പോകേണ്ടത് ഇങ്ങനെ നീട്ടി ഇങ്ങനെ പരത്തി ചുടുമ്പത്തിന് കുറേ സമയമാവും കേട്ടോ. കട്ടില്ലാതെ നൈസായിട്ട് തന്നെ ഒന്ന് ചുട്ടെടുക്കുമ്പോഴത്തേന് എന്താ കുറേ സമയം പോകും. പിന്നെ കൂടുതൽ ദിവസം നമ്മൾ ദോശ ആക്കല്ല കേട്ടോ. ഈ ഒരു എന്നാൽ പെട്ടെന്നാവുമല്ലോ ദോശ ആകുമ്പോൾ. അപ്പോൾ അതാ അപ്പൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കടലക്കറി വേവിച്ചിട്ടുണ്ട് കേട്ടോ. കടലക്കറിയും വേവിച്ച് ഒന്ന് കടല അരിച്ച് പറഞ്ഞിട്ട് തന്നെ ചായയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ എമിനിക്കുട്ടനെ അമ്മ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ആ ഒരു സമയത്ത് തന്നെ കുറേ പണികളുണ്ട്. മാറാലൊക്കെ ആകെ കെട്ടിയിട്ടുണ്ട്, ഒന്നിനും ഒഴിവിട്ടിട്ടില്ല. അപ്പോൾ അതൊന്ന് തട്ടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ മുകളിലേക്ക് ഓടുള്ള ഭാഗത്തേക്കൊക്കെ വലിയ തോട്ടിയൊക്കെ ഏക്കണം, അതൊന്നും നോക്കിയിട്ടില്ല. അവിടെ അടുത്തുള്ള മാറാലുകളൊക്കെ ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു മാറാലട്ടി കൊണ്ട് കിട്ടണമൊക്കെ ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. എന്താ ആസക്കുട്ടിയും ഫനുക്കുട്ടനൊക്കെ മദ്രസ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫനു സ്കൂൾക്ക് പോയിട്ടോ. അവന് കുറച്ച് നേരത്തെ പോകണമല്ലോ. അപ്പോൾ ആസക്കുട്ടി പോകാനൊരുങ്ങാണ്. കുറേ നേരം ഫോണിൽ കണ്ടു കുത്തിരുന്നിട്ടോ. പിന്നെ ചായയൊക്കെ കുടിക്കാൻ നിർബന്ധിച്ച് അങ്ങനെ അപ്പം കടലക്കറിയൊക്കെ കഴിച്ചിട്ട് തന്നെ അവൾ ബാഗിൽ വാട്ടർ ബോട്ടിലൊക്കെ വെക്കണ്ട. അപ്പോൾ ആ ബോട്ടിൽ കഴുത്തിലോ അല്ലെങ്കിൽ ഞാൻ പിടിക്കലാണ്. അപ്പോൾ ഞാൻ പിടിച്ചാന്ന് പറഞ്ഞിട്ട് അവൾ കേട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൽ കൊള്ളാത്തോടത്ത് കുത്തി കയറ്റിയാണ്. അപ്പോൾ ഈ മാറാലട്ടണീൻ്റെ ഇടയിലൊക്കെ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മിനിക്കുട്ടനെ പിടിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരക്ക് തന്നെയാണല്ലോ. അപ്പോൾ ആസക്കുട്ടി ഇതാ ഫോട്ടോയൊക്കെ ഇട്ടിട്ട് ഓളെ കാര്യങ്ങളൊക്കെ ഓളെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നുണ്ടോ. അപ്പോൾ അതാ ഒരു 10:15 ഓളെ സ്കൂളിൽ കൊണ്ടേക്കുക. അപ്പോൾ എമിനിക്കുട്ടനെയും കൊണ്ടാണ് ഞാൻ പോകൽ. എന്താ എമിനിക്കുട്ടനെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നും ഇങ്ങനെ അവനെ കൊണ്ടുപോയിട്ട് ആ ഒരു സമയമാകുമ്പോൾ ഓനും എന്തെങ്കിലുമൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ അവനെ കൊണ്ടുപോകാനുള്ള പണി അവൻ എടുക്കുന്നുണ്ടോ. എന്തെങ്കിലുമൊക്കെ പോരണം എന്ന് പറയാം. അങ്ങനെ അവനെയും കുളിപ്പിച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ സാധാരണ പോലെ തന്നെ ഇപ്പോൾ 2-3 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് മഴ അവധിയൊക്കെ കഴിഞ്ഞ് ഇതാ സ്കൂളിലേക്ക് പോവുകയാണ്. ഇന്ന് മാസ്കൊക്കെ ഇട്ടിട്ടോ, നിപ്പ വൈറസൊക്കെ വന്നതല്ലേ. അപ്പോൾ അതാ ഇവിടുന്ന് കുറച്ചാണ് പോയാൽ മതിയാകും കേട്ടോ. ഈ ഒരു വഴിയിലൂടെ അങ്ങനെ പോയിട്ട് ഒരു റോഡൊന്ന് മുറിച്ച് കടന്നാൽ തന്നെ സ്കൂളെത്തിട്ടോ. എളുപ്പത്തിൽ തന്നെ നമുക്കിവിടെ അടുത്തുള്ള സ്കൂൾ തന്നെയാണ്, അതുകൊണ്ട് തന്നെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല സന്തോഷമുള്ള ഒരു കാലാവസ്ഥ കേട്ടോ. നല്ല വെയിലൊക്കെ അറച്ച്, നല്ല വെയിലും മഴയൊക്കെ നമുക്ക് ആവശ്യം തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും പാകത്തിന് പഠിച്ചോന്ന് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. താങ്ക് യു.